പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട്. വിക്രം വ്രതം തെറ്റിക്കാതെ 41 ദിവസം വ്രതം നോറ്റ് എല്ലാ പരിശുദ്ധിയോടും മല ചവിട്ടാനായി പോകുന്നുണ്ട്. പോകാൻ നേരം വിക്രം വേദിയോട് പറയുക, തിരിച്ചു വരുമ്പോ ഞാൻ നിനക്കൊരു സമ്മാനം കൊണ്ടുതരും, അത് നീ ഒരിക്കലും മറക്കില്ല. ചിരിച്ചുകൊണ്ട് വേദയോട് വിക്രം പറഞ്ഞിട്ട് കടന്നു പോകുന്നുണ്ട്. അന്നേരം വേദ ചിന്തിക്കുന്നുണ്ട്, എന്തായിരിക്കും വിക്രം എനിക്ക് വേണ്ടി കൊണ്ടുവരുന്ന ആ സമ്മാനം. ചിരിച്ചുകൊണ്ട് വേദ ചിന്തിക്കുന്നുണ്ട്. വിക്രം പോയ ശേഷം നന്ദിനി വേദയെ അസൂയോടെ നോക്കുക. എന്നിട്ട് മനസ്സിൽ പറയുന്നുണ്ട്, ഈ നാശം അവൻ മലയ്ക്ക് പോയിട്ട് വരുന്നതിന് മുന്നേ ഈ വീട്ടിൽ നിന്ന് ഓട്ടിക്കാൻ എന്തെങ്കിലും ഒരു മാർഗം ഈശ്വരൻ കാണിച്ചു തരണേ. ഇത്രയും പറഞ്ഞിട്ട് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. നേരം ഏതോ ഓഫീസിൽ പോകാനായി റെഡിയാവുന്നുണ്ട്. അന്നേരം മുത്തശ്ശി ഇതിയുടെ ഫോണിലോട്ട് വിളിക്കുക. അന്നേരം ഫോൺ എടുത്ത് ഇത് ചോദിക്കുന്നുണ്ട്, എന്താ മുത്തശ്ശി, ഞാൻ ഓഫീസിൽ പോകാൻ റെഡിയാവോ? അന്നേരം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, വിക്രം പോയ മോളെ? അന്നേരം വേദ പറയുന്നുണ്ട്, ആ മുത്തശ്ശി രാവിലെ പോയി. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വിക്രം അവിടെ ഇല്ലല്ലോ, വരുന്നത് വരെ മോൾ ഇവിടെ വന്ന് നിൽക്ക്, നമുക്കൊരു സന്തോഷാവും. അന്നേരം വേദ പറയുക, വേണ്ട മുത്തശ്ശി, ഞാൻ ഇവിടെ വേണം, ഈ വീടും എന്റെ സ്വന്തമല്ലേ, ഈ വീട്ടിലുള്ളവരും ഞാൻ വരാം, പക്ഷേ നിൽക്കാനായി വരില്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഞാനും വിക്രവും ഒരുമിച്ചായിരിക്കും. വിക്രമിന്റെ കൈപിടിച്ച് അതിനൊരു മാറ്റവും ഇല്ല. അന്നേരം മുത്തശ്ശി പറയുക, എല്ലാം മോളുടെ ഇഷ്ടം. അന്നേരം ചിരിച്ചുകൊണ്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം പത്മൻ ചോദിക്കുക, മോൾ എന്താമേ പറഞ്ഞത്? അന്നേരം മുത്തശ്ശി പറയുക, വേദ മോള് വരുന്നില്ല എന്ന്, അവിടെ നിൽക്കാനാവും ഇഷ്ടം. വേദ മോളിപ്പോ സ്വന്തം വീടായി കാണുന്നത് വിക്രമിന്റെ വീടാ. ഭഗവാനെ, വിക്രം തിരിച്ചു വരുമ്പോ പുതിയൊരു മനുഷ്യനായി ഒരു സന്തോഷത്തോടെ ജീവിക്കുന്നത് കണ്ടാ മതി. ഇത്രയും പറഞ്ഞിട്ട് മുത്തശ്ശി അവിടുന്ന് പോകുന്നുണ്ട്. നേരം ഇത് കേട്ടുകൊണ്ട് ശ്രീകാന്ത് താഴോട്ട് വരുക. ദേഷ്യത്തോടെ പത്മത്തോട് പറയുന്നുണ്ട്, എന്താമ്മേ മുത്തശ്ശി പറഞ്ഞിട്ട് പോയത്? ഒരു സുഖമായിട്ടല്ല ജീവിക്കാൻ പോകുന്നത്, ഇതിന് ഞാൻ അനുവദിക്കില്ല. ആ തെന്മാടി ഈ വീടിന്റെ മരുമകനാവാൻ ആ സമ്മതിക്കില്ല. നേരം പത്മം പറയുന്നുണ്ട്, വിക്രം മലയ്ക്ക് പോയെന്ന ഇതമോള് പറഞ്ഞത്. 2 ദിവസം തനിച്ചല്ലേ ഇവിടെ വന്ന് നിൽക്കാൻ അമ്മ പറഞ്ഞതാ, പക്ഷെ മോള് സമ്മതിച്ചില്ല, അവിടെ നിൽക്കുന്നുള്ളൂ എന്ന്. ഇത് കേട്ട് ശ്രീകാന്ത് പറയുക, മുത്തശ്ശിക്ക് വേറെ ജോലിയില്ലേ, അവളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങോട്ട് വന്നാ മതി, അല്ലാതെ അവൾ എന്തിനാ ഇവിടെ വരുന്നത്? അത് വേണ്ട. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് അവിടെ നിന്ന് പോകുന്നുണ്ട്. നേരം ശ്രീകാര്യം ശ്രീനിവാസ വിക്രം മലയ്ക്ക് പോയ കാര്യം അറിയുന്നുണ്ട്. നേരം സുധയോട് പറയുക, വിക്രം എന്നോട് ഒന്നും പറഞ്ഞില്ല, അപ്പോൾ ഫോൺ വിളിച്ചാൽ അധികം ഒന്നും സംസാരിക്കാറുമില്ല, പിന്നെ മലയ്ക്ക് മാലയിട്ടത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളിൽ അവൻ ഇടപെടിയിച്ചിട്ടുമില്ല. വിക്രമിന് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട്, ഇനി ചിലപ്പോ വിക്രം എല്ലാം മനസ്സിലാക്കി കാണുമോ? നേരം സുധ പറയുന്നുണ്ട്, ഇതിന് പിന്നിൽ ഏത് തന്നെയാ ഏട്ടനെ കുറിച്ചുള്ള കുറ്റങ്ങൾ അവള് വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടാവും. അത് മാത്രമല്ലല്ലോ, ഏട്ടനെതിരെ അവൾ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുവല്ലേ. നേരം ശ്രീകാര്യം ശ്രീനിവാസം പറയുന്നുണ്ട്, ആ തേരാട്ട് ശ്രീധരനെ കുറിച്ചുള്ള തെളിവുകൾ ഏതൊക്കെ കൈമാറിയിട്ടുണ്ടാവും, ഇതിൽ പലതും ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാ. വിക്രമിന്റെ ജീവിതത്തിലും ആ കാരണം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഇതിൽ കാണും. അങ്ങനെയെങ്കിൽ വിക്രം ജയിലിലാവാൻ കാരണം ഞാനാണെന്ന് വേദ മനസ്സിലാക്കിയിട്ടുണ്ടാവും. അത് ചിലപ്പോ വിക്രമിനോട് വേദ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ വിക്രമിനെ പിന്നെ ഒരിക്കലും എനിക്ക് ഇരയായി കിട്ടില്ല. എന്നോടുള്ള വിശ്വാസമെല്ലാം അവന് നഷ്ടമാകും. അത് അനുവദിച്ചുകൂടാ. വേദയെ ഇല്ലാതാക്കാൻ എനിക്ക് സാധിക്കും, പക്ഷെ അത് ചെയ്യാത്തത് അതിന്റെ പേരിൽ എന്റെ പേര് വന്ന എന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീരും. അത് പാടില്ല. വിക്രം തന്നെ അവളെ വേണ്ടെന്ന് വെക്കണം. അതിനുള്ള മാർഗവ ഇനി നോക്കേണ്ടത്. എന്ത് ചെയ്തിട്ടായാലും അത് സംഭവിച്ചിരിക്കണം. നേരം വിക്രം അയ്യപ്പ ദർശനം കണ്ട് തിരിച്ചു വരുന്നുണ്ട്. വേദയോട്, ഈ എന്റെ ഭാര്യയാണെന്ന് ഞാൻ അംഗീകരിക്കുന്നുണ്ടെന്നോ, എന്റെ ജീവിതത്തിൽ ഈ അല്ലാതെ മറ്റൊരു പെണ്ണില്ല എന്നോ വേദയുടെ മുഖത്ത് നോക്കി പറയാൻ കൊതിച്ച് വിക്രം വരുന്നുണ്ട്. ആ മനസ്സ് നിറയെ വേദയുമൊത്തുള്ള സന്തോഷം നിറഞ്ഞ ജീവിത സ്വപ്നം കണ്ടുകൊണ്ട് വിക്രം വരുന്നുണ്ട്. എന്നിട്ട് ഒരു ബോക്സ് തുറന്ന് ഇതിൽ നിന്നും ഒരു സിന്ദൂര ചെപ്പ് എടുക്കുന്നുണ്ട്. വേദയ്ക്ക് കൊടുക്കാനായി എന്റെ കൈകൊണ്ട് ആ നെറ്റിയിൽ ചാർത്തി കൊടുക്കാൻ. അതാണ് എനിക്ക് അവൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ല സമ്മാനം. അങ്ങനെ 100,000 സ്വപ്നങ്ങളുമായി വിക്രം വരുക. വേദ നേരം ഓഫീസിലിരിക്കുന്നുണ്ട്. നേരം ദർശൻ ഫോണിൽ വിളിക്കുന്നുണ്ട്. നേരം വേദ ഫോൺ എടുക്കുക. നേരിട്ട് സംസാരിക്കണമെന്ന് ദർശൻ പറയുന്നുണ്ട്. അങ്ങനെ ദർശനും വേദയെ കേസിനെ കുറിച്ച് സംസാരിക്കുക. നേരം ദർശൻ ചോദിക്കുന്നുണ്ട്, വിക്രം നാളെ വരില്ലേ? നേരം വേദ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെ ദർശൻ രാവിലെ എത്തും. നേരം ദർശൻ പറയുക, നാളെയാണ് ശ്രീകാര്യം ശ്രീനിവാസനെതിരെയുള്ള കേസ്. അന്നേരം വേദ പറയുന്നുണ്ട്, അതേ ദർശൻ, ഞാൻ നാളെ ശ്രീകാര്യം ശ്രീനിവാസനെ കോടതിക്കുള്ളിൽ വെള്ളം കുടിപ്പിക്കും. വിക്രമിനെ ഞാൻ അയാൾക്കെതിരെ മൊഴി കൊടുപ്പിക്കും. എല്ലാം ഞാൻ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുറ്റങ്ങളും വിക്രമിന്റെ തലയെ വെച്ച് കെട്ടാനാണ് അയാൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിന് ഞാൻ അനുവദിക്കില്ല. അയാളാണ് എല്ലാം ചെയ്യിച്ചതെന്ന് കോടതിക്കുള്ളിൽ വിക്രം പറയും. ഇത് കേട്ട് ദർശൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ടോ വിക്രം അയാൾക്കെതിരെ മൊഴി കൊടുക്കുമെന്ന്? അയാളെ കാണുമ്പോൾ ചിലപ്പോ വിക്രം ഒന്ന് പതറിയേക്കാം. അന്നേരം വേദ പറയുക, ഇല്ല ദർശൻ, ഒരിക്കലും എന്നെ ചതിക്കില്ല, അതെനിക്ക് ഉറപ്പാ. നാളെ ഞാൻ രംഗത്തിന് തുടക്കം കുറിക്കുക. ശ്രീകാര്യം ശ്രീനിവാസനെതിരെ വിക്രമിന്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയ ആ ജനപ്രതിനിധി എല്ലാവരുടെയും കണ്ണിലുണ്ണി അയാളുടെ മുഖം മൂടി ഞാൻ തുറന്നു കാട്ടും. അയാൾ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഞാൻ തെളിയിക്കും ദർശൻ. നേരം ചിരിച്ചുകൊണ്ട് വേദയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, തന്റെ കോൺഫിഡൻസ് അത് നല്ലതാ, എന്റെ അച്ഛനാണ് കഴിച്ച്. നേരം ചിരിച്ചുകൊണ്ട് വേദ ദർശനെ നോക്കുക. അങ്ങനെ ഓഫീസിൽ നിന്നും വേദ വേഗം എടുത്ത് വീട്ടിലേക്ക് പോകാൻ നേരം ദീപ്തി വേദയുടെ ഫോണിലോട്ട് വിളിക്കുന്നുണ്ട്. അന്നേരം വേദ ചോദിക്കുക, എന്താ ദീപ്തി, ചേച്ചി ഇപ്പൊ എവിടെയാ? ഞാൻ ഓഫീസിലാ, എന്താ കാര്യം? നേരം ദീപ്തി പറയുന്നുണ്ട്, ചേച്ചി
അച്ഛൻ ഇതുവരെ വീട്ടിൽ വന്നില്ല. രാവിലെ അമ്പലത്തിൽ പോയതാ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. വൈകിട്ടായിട്ട് അച്ഛൻ ഇതുവരെ തിരികെ വന്നില്ല. എനിക്ക് അത് പേടിയാവോ ചേച്ചി? അച്ഛൻ എങ്ങോട്ടായിരിക്കും പോയത്? നേരം വേദ പരിഭ്രമത്തോട് ചോദിക്കുക. അച്ഛൻ വന്നില്ലേ? ശ്രീയേട്ടൻ അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു ചേച്ചി, ഇവിടെ ഒന്നും ചെന്നിട്ടില്ല. പോലീസിൽ പരാതിയും കൊടുത്തു. എനിക്കെന്തോ പേടിയാവോ? അമ്മയും മുത്തശ്ശിയൊക്കെ വിഷമിച്ചിരിക്കുക. ചേച്ചി ഒന്ന് ഇങ്ങോട്ട് വരുമോ? നേരം വേദ പറയുന്നുണ്ട്. ഞാൻ വരാം മോളെ. നേരം വിഷമത്തോടെ ഇത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അച്ഛന് എന്തെങ്കിലും അപകടം പറ്റിയോ അതോ അങ്ങനെ പല ചിന്തകളും വേദിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. നേരം ഓട്ടോ പിടിച്ച് ഇതാ വീട്ടിലേക്ക് പോവുക. ഇതേ കണ്ടത് മുത്തശ്ശി പറയുന്നുണ്ട്. അച്ഛനെ കണ്ടില്ല മോളെ. എന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, എന്നോടൊന്നും പറഞ്ഞില്ല. എന്നെ വിളിച്ചതുമില്ല. ശ്രീയേട്ടൻ എവിടെയാ? നേരം പത്മം പറയുക. പോലീസ് സ്റ്റേഷനിലോട്ട് പോയേക്കുക. നേരം വേദ ശ്രീകാന്തിനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ഇതയുടെ ശബ്ദം കേട്ടതും ദേഷ്യത്തോടെ പറയുന്നുണ്ട്. നീ എന്തിനാടി എന്നെ വിളിച്ചത്? അച്ഛനെ കാണാനില്ല. എല്ലാത്തിനും കാരണം നീ നിന്റെ അവനോ അവന്റെ ശത്രുക്കളാവോ? ഇതിന് പിന്നിൽ അച്ഛൻ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് ഉറപ്പാ. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ അന്ന് മുതൽ തുടങ്ങിയതാ എന്റെ അച്ഛന് കഷ്ടകാലം. ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നിൽ ആരുടെയെല്ലാം ഗൂഢാലോചനയാണെന്നും വേദയ്ക്ക് അന്നേരം തോന്നുന്നുണ്ട്. വേദ ആകെ വിഷമിച്ചിരിക്കുക. എന്ത് പറ്റിയെന്നറിയാതെ വിക്രം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ആശ്വാസമായേനെ, വിക്രം അന്വേഷിച്ചേനെ എന്നൊക്കെ വേദ ചിന്തിക്കുന്നുണ്ട്. നേരം വേദ തെച്ചിനെയും പത്മത്തിനെയും ആശ്വസിപ്പിക്കുന്നുണ്ട്. അച്ഛൻ എങ്ങും പോവില്ല. അച്ഛൻ വരും അമ്മേ, വിഷമിക്കാതെ. നേരം വേദയുടെ ഫോണിലോട്ട് ഒരു കോള് വരുന്നുണ്ട്. പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് വേദ കുറച്ച് മാറി നിന്ന് ഫോൺ എടുക്കുന്നുണ്ട്. നേരം ശ്രീകാര്യം ശ്രീനിവാസൻ തിരിച്ചുകൊണ്ട് പറയുക. ഇത് ഞാനാണ് ശ്രീകാര്യം ശ്രീനിവാസൻ. നേരം വേദ ചോദിക്കുന്നുണ്ട്. എന്താ കാര്യം? കാര്യമില്ലാതെ ഞാൻ ആരെയും വിളിക്കാറില്ല. വേദയുടെ അച്ഛനെ കാണാനില്ല അല്ലേ? വിഷമിക്കേണ്ട, എന്റെ അടുത്ത് അച്ഛനുണ്ട്. നേരം ഉടനെ വേദ ചോദിക്കുക. നിങ്ങൾ എന്തിനാ എന്റെ അച്ഛനെ പിടിച്ചു വെച്ചേക്കുന്നത്? ഇത് ഞാൻ പോലീസിനോട് പറയും. നിങ്ങളുടെ കോൾ റെക്കോർഡിലാണ്. മര്യാദയ്ക്ക് എന്റെ അച്ഛനെ വിടുന്നതാ നല്ലത്. ഇത് കേട്ട് ശ്രീകാര്യം ശ്രീനിവാസൻ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുക. അത്ര മന്ദബുദ്ധിയാണോ ഞാൻ? ഈ ശ്രീകാര്യം ശ്രീനിവാസൻ പല കളികൾ അടിച്ചിട്ടും കണ്ടിട്ടുവാ ഇതുവരെ എത്തിയത്. എന്നിട്ടാ നീ എടി നീ ഈ കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പക്ഷെ പിന്നെ നിന്റെ അച്ഛനെ ജീവനോട് കാണില്ല. ഈ നിന്റെ വീട്ടുകാരും അവസാനിപ്പിക്കും. ആ കുറ്റം ആരുടെയെങ്കിലും തലയാ കൊണ്ടുവെക്കുന്നേരം വേദ ചോദിക്കുന്നുണ്ട്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്തിനാ അച്ഛനെ പിടിച്ചു വെച്ചേക്കുന്നത്? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നേരം ശ്രീകാര്യം ശ്രീനിവാസൻ പറയുക. അങ്ങനെ ചോദിക്കും. നാളത്തെ ദിവസം ഓർമ്മയുണ്ടല്ലോ, കോടതിയിൽ എന്നെ വിചാരണ ചെയ്യുന്നത് ഏതയാണെന്ന് എനിക്ക് നന്നായി അറിയാം. ആ ദിവസത്തിന്റെ പ്രത്യേകതയും എല്ലാവരുടെയും മുന്നിൽ എന്നെ കുറ്റക്കാരനാക്കി ശിക്ഷ വാങ്ങി തരാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കുവല്ലേ നീയും ഈരാട്ട് ശ്രീധരനും. അങ്ങനെ എന്റെ ജീവിതം വെച്ച് നീ കളിക്കണ്ട. എന്നെ തോൽപ്പിക്കാമെന്ന് നീ കരുതേം വേണ്ട. ഒരു നിമിഷം കൊണ്ട് നിന്റെ അച്ഛന്റെ ജീവൻ ഞാനങ്ങ് എടുക്കും. ഞാൻ പറയുന്നത് പോലെ കേട്ടില്ലെങ്കിൽ ഇത് കേട്ട് വേദത്ത് പറയണമെന്ന് അറിയാതെ പരിഭ്രമിച്ച് നിൽക്കുന്നുണ്ട്. നേരം വേദയോട് പറയുക. അത് മാത്രമല്ല, നീ ഇനി വിക്രമിന്റെ ജീവൻ ഉണ്ടാവാൻ പാടില്ല. വിക്രമിന്റെ വീട്ടിൽ നിന്നും നീ ഇറങ്ങണം. നിന്റെ വീട്ടിലേക്ക് തിരികെ പോണം. നീ വിക്രം വിളിക്കാൻ വന്നാലും നീ പോകാൻ പാടില്ല. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്. ഇല്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല. വിക്രമിനെ ഞാൻ വിട്ടുകളയില്ല. വിക്രം എന്റെ ഭർത്താവാണ്. നിങ്ങൾക്ക് അയാളെ ഒരു അവകാശവും ഇല്ല. ഇത് കേട്ട് ശ്രീനിവാസന് ദേഷ്യം വരുന്നുണ്ട്. ഉടനെ ഉണ്ടകളോട് പറയുന്നുണ്ട്. അയാളുടെ കാരണം നോക്കി ആണ്ട് കൊടുക്കടാ. അന്നേരം ശങ്കരനെ അവർ ഉപദ്രവിക്കുന്നുണ്ട്. ദേഹത്ത് ഇത്തിരി അടിയും ഇടിയും കൊടുക്കുക. നേരം ശങ്കരൻ ഇല വിളിക്കുന്നുണ്ട്. ഇത് കേട്ട് വേദ ശ്രീനിവാസനോട് പറയുക. വേണ്ട, അച്ഛനൊന്നും ചെയ്യണ്ട. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കേട്ടോളാം. നേരം ശ്രീനിവാസൻ പറയുന്നുണ്ട്. അങ്ങനെ വഴിക്കുക. ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞു ഇങ്ങനെ നിന്റെ അച്ഛൻ ജീവനോടെ കാണില്ല. അയ്യത്താളല്ലേ, ഒരു നിമിഷം കൊണ്ട് എല്ലാം അവസാനിപ്പിക്കും. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ. നാളത്തെ കേസ് എനിക്കെതിരെ വാദിക്കാൻ പാടില്ലാത്തപോലെ വിക്രമിനോട് നീ പറയണം. നിന്റെ ജീവിതത്തിൽ അവനൊരു സ്ഥാനവും ഇല്ലെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ഈ കാര്യം ശ്രീനിവാസൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. നേരം വേദാകെ വിഷമിച്ചിരിക്കുന്നുണ്ട്. നേരം ദീപ്തി പോയി വേദയോട് ചോദിക്കുക. എന്താ ചേച്ചി, ആരാ വിളിച്ചത്? നേരം വേദ പറയുന്നുണ്ട്. ഒന്നുമില്ല മോൾ, ആരും കാണാതെ. വേദ കരയുന്നുണ്ട്. ആരോടും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ വേദാംസ് കൊണ്ട് ഒത്തിരി വേദനിക്കുന്നുണ്ട്. നേരം വേദയെ കാണാനായി കൂടി എത്തുന്നുണ്ട്. ഈ പ്രദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരം മാഷും കമലോ ശ്രീജിയും നന്ദിനിയൊക്കെ നിൽക്കോ ഇതിനെ ചുറ്റും നോക്കുന്നുണ്ട്. നേരം കമലത്തിനോട് ചോദിക്കുക. അവൾ എവിടെ അമ്മേ? വേദ. അന്നേരം കമലം വിഷമിച്ച് പറയുന്നുണ്ട്. മോൾ ഇന്നലെ വീട്ടിൽ പോയി വിളിച്ചപ്പോ വരുന്നില്ലെന്നാ പറഞ്ഞത്. ഇന്ന് വരുമായിരിക്കും. നീ പോയി വേദയെ കൂട്ടിക്കൊണ്ട് വാ. അന്നേരം ഇത് കേട്ട് ക്രമിന് വിഷമാവുന്നുണ്ട്. അന്നേരം നന്ദിനി പറയുക. നീ പോയപ്പോ അവളെ തോന്നിവാസം പോലെ പോകുന്നതും വരുന്നതും ഒരു വാക്ക് പറഞ്ഞില്ല. ആണെന്ന് അമ്മ രാത്രി വിളിച്ചത്. അവളെ കാണാതായപ്പോ ഒരു കാരണവും ഇല്ലാതെ അവൾ അവളുടെ വീട്ടിൽ നിൽക്കുന്നത്. ഇനി നീ പോയി വിളിച്ചാലും വരുമോന്ന് ആർക്കറിയാം. അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ വിളിക്കാൻ പോകുന്നത്? അവളെ ഇഷ്ടത്തിന് പോയതല്ലേ, നമുക്ക് വേണമെങ്കിൽ വരട്ടെ. അന്നേരം ദേഷ്യത്തോട് മാഷ് നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക. നിർത്ത നന്ദിനി. അന്നേരം ആ അടച്ചു വെച്ച് നീ നിൽക്കുന്നുണ്ട് നന്ദിനി. അന്നേരം കമലം പറയുക. അവൻ കുളിച്ചുവാ, കാപ്പി എടുത്ത് വെക്കാം. അന്നേരം വിക്രം പറയുന്നുണ്ട്. വേണ്ടമ്മേ, ഞാൻ പോയി വേദയെ കൂട്ടിയിട്ട് വരാം. ഇന്ന് കോടതി ഒരു പ്രധാനപ്പെട്ട കേസുണ്ട്. വേദയ്ക്ക് ശ്രീകാര്യം ശ്രീനിവാസനെതിരെ. ഇത്രയും പറഞ്ഞിട്ട് വിക്രം മുറിയിലോട്ട് പോകുന്നുണ്ട്. വേദയ്ക്ക് വാങ്ങിച്ച സിന്ദൂര ചെപ്പ് വിക്രം എടുത്തു നോക്കുന്നുണ്ട്. വേദയെ കൂട്ടിയിട്ട് വന്നിട്ട് വേദയ്ക്ക് കൊടുക്കാനും എന്റെ മനസ്സിലെ ഇഷ്ടങ്ങളെല്ലാം അന്ന് പറയാനും വിക്രമിന്റെ മനസ്സ് വെമ്പുന്നുണ്ട്. പെട്ടെന്ന് ദേവേഷത്തിൽ തന്നെ വിക്രം ബൈക്കിൽ കയറി വേദയെ വിളിക്കാനായി വീട്ടിലോട്ട് പോകുന്നുണ്ട്. അന്നേരം എന്ത് ചെയ്യണം എന്നറിയാൻ വിഷമിച്ചിരിക്കുന്ന വിക്രം അന്നേരം വീട്ടിലേക്ക് വരുന്നുണ്ട്. കോളിംഗ് ബെല്ലടിക്കുക. അന്നേരം ദീപ്തി വന്നിട്ട് വിക്രമിനെ നോക്കി ചിരിക്കുന്നുണ്ട്. ഗത്തിക്ക് വരൂ ചേട്ടാന്ന് ദീപ്തി പറയുന്നുണ്ട്. നേരം വിക്രം
പറയുക, വേദ എവിടെയാ? ഞാൻ വേദയെ വിളിക്കാൻ വന്നതാ, ഒന്ന് വിളിക്കൂ. നീരം ദീപ്തി പറയുന്നുണ്ട്. അത് ഏട്ടാ, ശങ്കരനെ കാണാനില്ല എന്ന് പറയാൻ തുടങ്ങുന്നതിന് മുന്നേ വേദ ഉടനെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് പറയുക, ഞാൻ വരുന്നില്ല വിക്രം, ഞാൻ ഇവിടെ നിന്നോളാം, നിങ്ങളെ പൊക്കോളൂ. നീരം വിക്രം ആശ്ചര്യത്തോടെ വേദയെ നോക്കുന്നുണ്ട്. വരുന്നില്ലെന്നോ? അതെന്താ വരാത്തത്? എന്താ കാരണമെന്ന് പറയേ. നീരം വേദ പറയുക, എനിക്ക് വരാൻ തോന്നുന്നില്ല, അത്രേ ഉള്ളൂ കാര്യം, വിക്രം പൊക്കോളൂ. ഇത്രയും പറഞ്ഞിട്ട് ഓർ അടയ്ക്കുന്നുണ്ട്. ഇത് കണ്ട് വിക്രമിന്റെ നെഞ്ച് പൊട്ടുന്നുണ്ട്. 1000 സ്വപ്നങ്ങളുമായി എന്റെ ഇഷ്ടം പറയാമെന്ന് വേദ തന്നോട് ഈ അകൽച്ച കാണിച്ചതും എന്റെ കൂടെ വരുന്നില്ല എന്ന് വേദ പറഞ്ഞതും വിക്രമിന്റെ മനസ്സിൽ ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട്. ആ വാക്കുകൾ വിക്രമിന്റെ നെഞ്ചിൽ തറയ്ക്കുന്നുണ്ട്. വിക്രം വിഷമത്തോണ്ട് നിറഞ്ഞുകൊണ്ട് ബൈക്കിൽ കയറി തിരികെ പോകുന്നുണ്ട്. നീരം ദീപ്തി ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ ഏട്ടനോട് അങ്ങനെ പറഞ്ഞത്? അച്ഛനെ കാണാനില്ല എന്ന് എന്തുകൊണ്ടാ ചേച്ചി പറയാത്തത്? എന്താ ചേച്ചിക്ക് പറ്റിയത്? നീരം വേദ പറയുക, എനിക്കിപ്പോ ഇങ്ങനെ പറയാനേ പറ്റൂ, എന്നോടൊന്നും ചോദിക്കല്ലേ ദീപ്തി, ഒന്ന് പോയേ. ഇത്രയും പറഞ്ഞിട്ട് വേദ ദീപ്തിനെ ഒഴിവാക്കുന്നുണ്ട്. നീരവ് ഒന്നും മനസ്സിലാവാത്തതുപോലെ ദീപ്തി നിൽക്കുന്നുണ്ട്. നേരം ദീപ്തി വിക്രമിനെ ഫോണിൽ വിളിക്കും. നേരം വിക്രം ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് വിക്രമിനോട് പറയുന്നുണ്ട്, അച്ഛനെ കാണാനില്ല എന്ന് ചേച്ചി ആരോ ഫോണിൽ വിളിച്ചു, ഇതൊക്കെയോ സംസാരിക്കുന്നത് കേട്ടെന്ന് വിക്രമിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് വിക്രം എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ട്. ഇതിന് പിന്നിൽ വല്ല വാസവനായിരിക്കും, അല്ലെങ്കിൽ ശ്രീകാര്യം ശ്രീനിവാസനായിരിക്കും എന്ന് വിക്രം ഉറപ്പിക്കുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് വേദയുടെ അച്ഛനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ കോടതിയിൽ ഇത് ഹാജരാകില്ല എന്നും അയാൾക്ക് വിഷമായി കൊടുക്കാൻ വേദിക്ക് കഴിയില്ല എന്നും വിക്രമിന് മനസ്സിലാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശങ്കരനെ കണ്ടുപിടിക്കാനായി വിക്രം പോകുന്നുണ്ട്. കൂട്ടിനെ ഷോപ്പിലെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടുക. എന്നിട്ട് ശ്രീകാര്യം ശ്രീനിവാസന്റെ വിളിത്താവളങ്ങളെല്ലാം വിക്രമിന് കാണാപാഠമാണ്. അവസാനം ശങ്കരൻ എവിടെയുണ്ടെന്ന് വിക്രം കണ്ടുപിടിക്കുന്നുണ്ട്. നേരം ഗുണ്ടകളെ ഏൽപ്പിച്ച് ശ്രീകാര്യം ശ്രീനിവാസൻ വീട്ടിലേക്ക് പോകുന്നുണ്ട്. നേരം ആരും കാണാതെ കത്തേക്ക് കടക്കുന്നുണ്ട്. ഗുണ്ടകളെയെല്ലാം പിടിച്ചു നിരത്തുന്നുണ്ട്. ശങ്കരനാരായണനെ വിക്രം രക്ഷിക്കുക. ഇത് കേട്ട് ശങ്കരന് തിരി സന്തോഷാവുന്നുണ്ട്. വിക്രമിനോട് നീ പറയുന്നുണ്ട്. അന്നേരം ഷോപ്പിലെ ഫ്രണ്ട്സ് പറയുന്നുണ്ട്, 10 മണിക്ക് വേദയ്ക്ക് കോടതിയിൽ ഹാജരാവേണ്ടതാ, അതിനു മുന്നേ വീട്ടിലേക്ക് വിക്രം. നേരം ശങ്കരനോട് വിക്രം പറയുന്നുണ്ട്, നമുക്ക് പോവാം, സാറ് വരൂ. അങ്ങനെ ശങ്കരനെ രക്ഷിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നേരം ശ്രീകാന്ത് വേദയും എല്ലാവരും വിഷമിച്ചിരിക്കുന്നുണ്ട്. വിക്രവും ശങ്കരനും നിൽക്കുന്നത് കണ്ട് ശ്രീകാന്ത് വേദയും അമ്പരന്ന് നോക്കുന്നുണ്ട്. നേരം ദീപ്തി വേദയും ഇവിടെ ശങ്കരന്റെ അരികിലോട്ട് പോവുക. എന്നിട്ട് വേദ വിക്രമിനെ നോക്കുന്നുണ്ട്. നേരം ശങ്കരൻ പറയുന്നുണ്ട്, എന്നെ രക്ഷിച്ചത് വിക്രമില്ലായിരുന്നെങ്കിൽ നിങ്ങളിപ്പോ എന്നെ കാണില്ലായിരുന്നു. ഇത് കേട്ട് വേദ നിറ കണ്ണുകളോടെ വിക്രമിനെ നോക്കുന്നുണ്ട്. നേരം വേദ ചോദിക്കുക, നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ആരാ പറഞ്ഞത്? നേരം ദീപ്തി ഉടനെ പറയുന്നുണ്ട്, ഞാനാ ചേച്ചി വിക്രം ചേട്ടനോട് വിളിച്ച് പറഞ്ഞത് അച്ഛനെ കാണാനില്ല എന്ന്. നേരം വിക്രം പറയുക, എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് എന്നോട് അങ്ങനെ പറഞ്ഞതെന്നും ശ്രീകാര്യം ശ്രീനിവാസനാണ് അതിന്റെ എല്ലാം പിന്നിലെന്ന് ദീപ്തി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. നീ പെട്ടെന്ന് എടിയാവ്, കോടതി പോണ്ടേ, നീ ആഗ്രഹിച്ചതുപോലെ ശ്രീകാര്യം ശ്രീനിവാസന് ശിക്ഷ മേടിച്ചു കൊടുക്കണ്ടേ? നേരം ചിരിച്ചുകൊണ്ട് വിക്രമിനെ നോക്കുന്നുണ്ട്. പെട്ടെന്ന് വേദ ശങ്കരനോട് പറയുന്നുണ്ട്, അച്ഛ എന്നാ ഞാൻ പൊക്കോട്ടെ, സമയമായി. നേരം ശങ്കരൻ പറയുന്നുണ്ട്, ഞാനും റെഡിയായി വരാം, അയാളെ എനിക്കൊന്ന് കാണണം. എന്നെ ഒരു രാത്രി ഇടിച്ചുകൊണ്ട് പോയി ഉപദ്രവിക്കുകയും എന്റെ കുടുംബത്തെയും ദ്രോഹിക്കുകയും ചെയ്ത ആ വാസവനെ എന്റെ മുന്നിൽ കാണാനായി ശങ്കരൻ കാത്തിരിക്കുന്നുണ്ട്. നേരം വേദയോട് പറയുക, മറ്റാരെക്കാൾ അയാൾ കുറ്റവാളിയാണെന്ന് തെളിയണം, എന്റെ ആഗ്രഹമാണ്. നേരം വിക്രം ശങ്കരനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് വേദയും വിക്രമും വീട്ടിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലെത്തിയ വിക്രം വേദയോട് പറയുന്നുണ്ട്, നീ പെട്ടെന്ന് റെഡിയാ, വന്നിട്ട് എന്റെ മുറിയിലോട്ട് വാ. തിരിച്ചുകൊണ്ട് വിക്രം വേദയോട് പറയുക. നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഒരുപാട് നന്ദിയുണ്ട് വിക്രം, എന്റെ അച്ഛനെ രക്ഷിച്ചതിന്, നിങ്ങളോട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് എനിക്ക് മാപ്പ് തരണം. നേരെ വിക്രം പറയുന്നുണ്ട്, ഇത് ശ്രീകാര്യം ശ്രീനിവാസൻ എന്നെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയത് കൊണ്ടല്ലേ നീ അങ്ങനെ പറഞ്ഞത്? അന്നേരം വേദ ഇടിയാവാനായി പോവുക. വേദയെ കണ്ടെന്ന് എനിക്ക് ദേഷ്യം തോന്നുന്നുണ്ട്. അമലത്തിനും മാഷിനും ഒത്തിരി സന്തോഷാവുക. അന്നേരം വിക്രം മുറിയിലോട്ട് പോയിട്ട് വേദയ്ക്ക് കൊടുക്കാനിരുന്ന ആ ഗിഫ്റ്റ് എടുക്കുന്നുണ്ട്. സിന്ദൂര ചെപ്പ്